ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പുതിയ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് വലിയ നന്മകളെ പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നു. യെശയ്യാവ് 40:11. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. പ്രിയരെ, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് ഈ വാക്യത്തിനകത്ത് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വിവിധങ്ങളായ അവസ്ഥകളിലൂടെ നാം മുന്നേറുമ്പോൾ എന്നും എപ്പോഴും ഒരുപോലെ ദൈവം നമ്മെ നടത്തുമെന്നല്ല ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും മനസ്സിലാക്കി എന്താണോ ഓരോ മിനിറ്റുകളിലും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അത് ദൈവം നമുക്ക് ചെയ്തു തരുമെന്നാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. വെറുതെ കൈക്ക് പിടിച്ച് നടത്താമെന്നും കൂടെ ഇരിക്കാമെന്നും സഹായിക്കാമെന്നും സ്ഥിതി മാറ്റാമെന്നും അല്ല പറയുന്നത്. ദൈവിക ബന്ധത്തിന്റെ കരുതലിന്റെ ശ്രേഷ്ഠത ഈ വാക്കുകൾക്കകത്തുള്ള ഈ വരികൾക്കകത്തുള്ള ഓരോ വാക്കുകൾക്കകത്തും കാണാം. ഒന്ന്, ഒരു ഇടയനെ പോലെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരമ്മയെ പോലെ വെളിപ്പെടുമെന്നും അപ്പനെ പോലെ വെളിപ്പെടുമെന്നും ഒരു രാജാവായി കൂടെ ഇരിക്കുന്നു എന്നും യുദ്ധവീരനായി കൂടെ ഇരിക്കുമെന്നും ഒക്കെ വ്യത്യസ്തമായ പദങ്ങൾ ദൈവിക ബന്ധത്തെ കുറിക്കേണ്ടതിന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു ഇടയനെ പോലെ. ആമേൻ. ഒരു ഇടയനെ, ഒരു നാഥനെ ഈ രാവിലെ നിങ്ങൾക്ക് ആവശ്യമാണോ? നിശ്ചയമായിട്ടും യഹോവ നമ്മുടെ ഇടയനായി മാറിയാൽ 23-ാം സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും, അല്ലെങ്കിൽ ആ ബന്ധം നമ്മെ ബലപ്പെടുത്തുവാനിടയായി തീരും. ആടും ഇടയനും തമ്മിലുള്ള ബന്ധം ഒരു യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധമല്ല. അതിനേക്കാളൊക്കെ ഉപരി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഇടയനായ ദാവീദ് ആ ബന്ധത്തെക്കുറിച്ച് പാട്ടുപാടിയത്, യഹോവ എൻ്റെ ഇടയനാകുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കാരുമില്ലെന്നുള്ള വേദനയോടെ നിങ്ങൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ, നിങ്ങളെ സഹായിക്കാൻ, കൂടെ ഇരിക്കാൻ, സ്നേഹിക്കാൻ, നിങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് ഇടപെടുവാൻ, കൈക്ക് പിടിക്കുവാൻ ഒരു മനുഷ്യനെയും ചുറ്റും കാണാതെ നിരാശയോടെ ഇരുളത്ത് നടക്കുന്നത് പോലെ ആകുലരായിരിക്കുന്നെങ്കിൽ, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഒരു ഇടയനെ പോലെ വെളിപ്പെടുവാനിടയായി തീരും. എന്നിട്ട് എന്താ ദൈവം ചെയ്യുന്നത്? അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കും. വിശപ്പും ദാഹവും മനസ്സിലാകുന്ന ഇടയൻ, ആടിൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന നല്ല ഇടയൻ. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ വന്യജീവികൾ കടിച്ചു കീറുന്നതിനും രക്തം കുടിക്കുന്നതിനും അടുത്തു വരുമ്പോൾ ആടുകളെ വനാന്തരത്തിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന ഇടയനല്ല. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇവിടെ ഇടയന്റെ പരിപാലനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എഴുതിയിരിക്കുകയാണ്, മേയ്ക്കുന്ന ഇടയനാണ്. ആടിൻ്റെ വിശപ്പറിഞ്ഞ് അതിന് വേണ്ടിയ സമയത്ത് പോഷകാഹാരങ്ങളെ കൊടുത്ത് ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു വലിയ ഇടയനായി ഈ മാസത്തിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലും
ദൈവം നമ്മോടുകൂടെ ഇരിക്കട്ടെ. ഈ വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. തൻ്റെ ആട്ടിൻ കൂട്ടത്തെ മേയിക്കും. ജീവിതത്തിൽ മരുഭൂമിയിലൂടെ മുന്നേറുന്ന അവസ്ഥയിലാണെങ്കിൽ, ഒന്നുമില്ലായ്മയിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളാണെങ്കിൽ ഭാരപ്പെടരുത്. മേയിക്കുന്നൊരു ഇടയനുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഏത് വലിയ പ്രതിസന്ധികളുടെ നടുവിലും വേണ്ടിയത് തരുവാൻ കരുത്തുള്ളൊരിടയൻ. താഴോട്ട് വായിക്കുമ്പോൾ വെറുതെ മേയ്ക്കും വെള്ളം കൊടുക്കുമെന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. അടുത്ത പദം എഴുതിയിരിക്കുന്നത് കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് എന്ന് പറഞ്ഞാൽ അധികം ദൂരം ഓടുവാനും നടക്കുവാനും കഴിയാത്ത ചെറിയ കുട്ടിയാടുകളെ കൂട്ടത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിടാതെ തൻ്റെ ഭുജത്തിലെടുക്കുമെന്ന് തിരുവചനം എഴുതിയിരിക്കുകയാ. അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ കാലുകൾ കുഴഞ്ഞ് ഹൃദയം വിങ്ങി ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ജീവിതയാത്രയിൽ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുവചനം വിടുതലിന് കാരണമായി തീരട്ടെ. ഭുജത്തിലെടുക്കുന്നൊരു ദൈവമുണ്ട്. ഈ വാക്യം അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. തൻ്റെ ബലമുള്ള ഭുജത്തിൽ ബലഹീനമായതിനെ, കുഞ്ഞാടുകളെ എടുക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മഹാദൈവം. എന്നിട്ട് അതിനോട് ചേർത്ത് എഴുതിയിരിക്കുകയാ, ഭുജത്തിലെടുത്ത് വയ്ക്കുമെന്നല്ല, ഭുജത്തിലെടുത്തിട്ട് മാർവിടത്തിൽ ചേർത്ത് വഹിക്കും. ഇതിനെ ഈ മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നത് കുഞ്ഞാടുകൾക്ക്, കൊച്ചാടുകൾക്ക്, കുട്ടിയാടുകൾക്ക് ചൂടും വാത്സല്യവും ആവശ്യമാണ്. ഇത് നന്നായിട്ടറിയാവുന്ന ഇടയൻ കുഞ്ഞാടുകളെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നടത്തുമെന്നല്ല, തൻ്റെ നെഞ്ചോട് ചേർത്ത് നെഞ്ചിലെ ചൂടും ലാളനയും തന്ന് പരിപാലിക്കുമെന്ന്. ഒരുപാട് ക്ഷീണിച്ചു പോയ, ഒരുപാട് തളർന്നു പോയ, ജീവിതത്തിൽ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം വിടക്കെന്നെണ്ണി മാറ്റിയിട്ടാലും, എല്ലായിടങ്ങളിലും തിരസ്കരണങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നതെങ്കിലും ഈ പദം ഇന്ന് പ്രഭാതത്തിൽ ഏറ്റെടുക്കുക. ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നൊരു ഇടയൻ. ആമേൻ. ദൈവിക ചൂടനുഭവിക്കേണ്ടതിന്, ദൈവിക സാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവിക്കേണ്ടതിന് ആരെങ്കിലും ഈ പ്രഭാതത്തിൽ കൊതിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക ചൂട്, ദൈവിക പ്രസൻസിന്റെ ഇടപെടലുകൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് അനുഭവിക്കുവാൻ ദൈവം സഹായിക്കുന്ന പ്രഭാതമായി തീരട്ടെ. ബൈബിൾ പറയുന്നു, തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. കാലുകൾക്ക് ബലം കുറഞ്ഞ, വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മറ്റൊരു വരുമാനവും പ്രതീക്ഷിക്കാനില്ലാത്ത, ക്ഷീണിച്ചിരിക്കുന്നതിനെ, വാർദ്ധക്യം പേറിയതിനെ പതുക്കെ നടത്തും. നമുക്കറിയാം, ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചതിനെ അറവുശാലയിലേക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഇടയൻ പറയുകയാണ്, തള്ളകളെ അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അതിനോടുള്ള സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ട് പതുക്കെ നടത്തുന്ന ഒരു വലിയ ഇടയൻ ഈ രാവിലെ നമുക്കുണ്ടെന്ന് തിരിച്ചറിയാതെ പോകരുത്. എത്ര അത്ഭുതകരമായ വാക്യമാണ് പ്രിയരെ. ഇന്ന് പകൽ ഈ വചനത്തിന്റെ വിടുതൽ ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. തള്ളകളെ പതുക്കെ നടത്തുന്ന ഇടയൻ. സ്തോത്ര കാഴ്ച കൊടുക്കാനും ദശാംശം കൊടുക്കാനും ഒന്നും കരങ്ങളിൽ ഒന്നുമില്ല എങ്കിലും നിശ്ചയമായിട്ടും പ്രതിഫലം നോക്കാതെ, അറവുശാലയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ പതുക്കെ നടത്തുന്ന എന്ന് പറഞ്ഞാൽ ഈ തള്ളകൾക്ക് വേണ്ടി ഇടയന്റെ വേഗത ഇടയനങ്ങ് കുറയ്ക്കാനിടയായി തീർന്നു.
നമ്മൾ കണ്ടിട്ടുണ്ട് ബലഹീനമായതിനെ പോലും അടിച്ചൊട്ടിച്ച് വേഗത കൂട്ടുന്ന പലരെയും. എന്നാൽ ഈ വാക്യത്തിനകത്ത് ദൈവം എന്താ തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നത്? തള്ളകളെ പതുക്കെ അതിൻ്റെ സ്പീഡിനനുസരിച്ച് ഇടയനങ്ങ് മാറാനായി തുടങ്ങും. അതല്ലേ കാൽവരിയിൽ നമ്മൾ കണ്ടത്? മാനവകുലത്തെ രക്ഷിക്കേണ്ടതിന് മഹത്വത്തിന്റെ വസ്ത്രം ഊരിവെച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ ദൂതന്മാരുടെ സ്തുതിയും ആരാധനയും ഒക്കെ വിട്ടിട്ട് താണ മനുഷ്യരിൽ ഒരുവനായി യേശു ജഡത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. പ്രിയരെ, ഈ നല്ല ഇടയന്റെ ആട്ടിൻകൂട്ടത്തിനകത്തായി തീരുവാൻ ഈ തലമുറയിൽ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. അഥവാ ദൈവം നമ്മോട് കൃപ കാണിച്ചു. ഈ രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നമ്മളെ കരുതി താങ്ങി നെഞ്ചിലെ ചൂട് തന്ന് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കായി, ദൈവിക നന്മകൾക്കായി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ വിലയേറിയ മിനിറ്റുകൾക്കായി സ്തോത്രം. രാജ്യങ്ങളുടെ വിവിധങ്ങളായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ വചനം പറയുന്ന നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും ഓരോരുത്തരും പ്രാപിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.